ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു നമ്പൂരി ഉണ്ടായിരുന്നു, ശങ്കരൻ നമ്പൂതിരി. തിരുമേനിക്ക് അടുത്ത ബന്ധുക്കളില്ല, കല്യാണം കഴിച്ചിട്ടുമില്ല. പക്ഷേ ഇദ്ദേഹം വലിയ ഭക്ഷണപ്രിയനായിരുന്നു. ദിവസം 3 നേരെ ഭക്ഷണം കഴിക്കൂ, പക്ഷേ കഴിക്കുന്നത് നന്നായിട്ട് കഴിക്കും. രാവിലെ ഇഡലിയാണെങ്കിൽ 10-25 എണ്ണം കഴിക്കും. ദോശയാണെങ്കിലും അത്രയും തന്നെ വേണം. ഉച്ചയൂണാണെങ്കിൽ അമ്പലത്തിലെ നിവേദ്യ ചോറ് കൊണ്ട് ഒന്നും ആവില്ല. അതുകൊണ്ട് നിവേദ്യ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ചോറ് വെക്കും. അഞ്ഞാഴി അരിയുടെ ചോറും ഉപ്പിലിട്ടതും തൈരും കൂട്ടി മൃഷ്ടാന്നം കഴിക്കും. വൈകുന്നേരം ഒരു ചരുവം കഞ്ഞി കുടിക്കും. അങ്ങനെ എന്നും തനിയെ പാകം ചെയ്തും തനിയെ കഴിച്ചും നമ്പൂരി ഇങ്ങനെ കഴിഞ്ഞു പോന്നു. അപ്പോൾ പലരും ഇദ്ദേഹത്തെ ഉപദേശിച്ചു തുടങ്ങി, എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാലോ, ഒരു വേളിയൊക്കെ കഴിക്കണ്ടേ, എന്നാൽ അങ്ങനെ ആവാം എന്ന് തിരുമേനി വിചാരിച്ചു. പാചകത്തിന് ഒരാളെ കൂടെ കിട്ടുമല്ലോ. അങ്ങനെ അദ്ദേഹം ആലോചിച്ച് നടന്ന് താത്രിക്കുട്ടി എന്ന ഒരു അന്തർജനത്തിനെ വിവാഹം കഴിച്ചു. കല്യാണം കഴിച്ച് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തിരുമേനി വിചാരിച്ചു, നാളെ മുതൽ അടുക്കളയിൽ കയറണ്ട, അന്തർജനം പാചകം ചെയ്തോളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമ്പൂതിരി രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങി. അന്ന് അദ്ദേഹം പ്രാതലിന് വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുണ്ടായിരുന്നു. അവിടുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് കരുതി. ഭാര്യയ്ക്കാണെങ്കിൽ വീട്ടിൽ കുറച്ച് പഴം ഇരിപ്പുണ്ട്, അത് കഴിക്കട്ടെ. ഉച്ചയ്ക്ക് വരുമ്പോഴേക്ക് ഭാര്യ ചോറ് കാലമാക്കി വെക്കുമല്ലോ. പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണമാണ് കഞ്ഞി. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് കണക്ക് കൂട്ടി അദ്ദേഹം 6 നാഴി അരി അളന്നെടുത്ത് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. 6 നാഴി എന്ന് പറഞ്ഞാൽ ഏകദേശം 6 ഗ്ലാസ് നിറയാണ്. അത്രയും അരി കൊടുത്തിട്ട് കലവറ പൂട്ടി. കലവറയുടെ താക്കോല് തൽക്കാലം ഭാര്യയെ ഏൽപ്പിക്കേണ്ട എന്ന് വെച്ചു. കുറച്ച് ദിവസം കഴിയട്ടെ, വേളി കഴിഞ്ഞെങ്കിൽ വന്നതല്ലേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോയി. ഇടയ്ക്ക് പോയി സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പ്രാതൽ കഴിച്ചു. ഉച്ചയ്ക്ക് ഭാര്യ ഉണ്ടാക്കി വെക്കുമല്ലോ, അതുകൊണ്ട് നല്ലവണ്ണം കഴിക്കാം എന്ന് കരുതി അന്നത്തെ നിവേദ്യ ചോറ് കുട്ടികൾക്ക് പങ്കിട്ട് കൊടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് വന്നു. കയറിയ പാടെ ഒരു തൂശനിലേക്ക് വെട്ടി തുടച്ച ഇരിപ്പായി. ഇപ്പം ചോറ് വരും എന്ന് കരുതിയാണ് ഇരിപ്പ്. കുറേ നേരമായിട്ടും ചോറ് വിളമ്പുന്നില്ല. അപ്പോൾ അദ്ദേഹം ഭാര്യയോട് വിളിച്ചു ചോദിച്ചു, എന്താ ചോറായില്ലേ? അപ്പോൾ അന്തർജനം വന്ന് പറഞ്ഞു, ഇവിടെ ഊണൊന്നുമില്ല. രാവിലെ അളന്ന് തന്നത് കുറച്ച് അരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അത് എൻ്റെ രാവിലത്തെ ഭക്ഷണത്തിന് തന്നെ തികഞ്ഞില്ല. നമ്പൂതിരി ഞെട്ടിപ്പോയി. 1.5 ഇടങ്ങഴി അരിയാണ് കൊടുത്തിട്ട് പോയത്. ഒരു സാധാരണ കുടുംബത്തിന് 3-4 ദിവസം ചോറുണ്ണാനുള്ള അരിയുണ്ടത്. അതാണ് ഒറ്റയ്ക്ക് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി രാത്രി എന്തു ചെയ്യും എന്നായി നമ്പൂതിരിയുടെ ചിന്ത. അങ്ങനെ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലായി നമ്പൂതിരിയുടെ കഥ. ഭാര്യയ്ക്ക് ഭയങ്കര വിശപ്പ്. നമ്പൂതിരിയുടെ വിശപ്പ് തന്നെ അടക്കാൻ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ അന്തർജനത്തിൻ്റെ വിശപ്പും കൂടി. അങ്ങനെ കഴിക്കാനുള്ള വകയൊന്നും തനിക്കില്ല. പറമ്പിലെ തേങ്ങയും കുരുമുളകും ഒക്കെ കൊണ്ട് തട്ടിയും മുട്ടിയും കാര്യങ്ങളൊക്കെ നടന്നു പോവുകയായിരുന്നു. കൂടെ ക്ഷേത്രത്തിൽ നിന്നുള്ള ചെറിയ വരുമാനവും. ഇത് ആകെപ്പാടെ ബുദ്ധിമുട്ടായി. അന്തർജനത്തിൻ്റെ തീറ്റയൊട്ട് കുറയുന്നുമില്ല. അവസാനം ഗതികെട്ട് ഈ ശങ്കരൻ നമ്പൂതിരി ഒരു ദിവസം എങ്ങോട്ടൊന്നില്ലാതെ അങ്ങിറങ്ങി നടന്നു. നടന്ന് ഒരുപാട് അകലെയുള്ള കുന്നിൻ്റെ അടിവാരത്തിലെത്തി. കുന്നിന് മുകളിൽ നിന്ന് ദേവീസ്തുതികൾ ഒഴുകി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം വലിഞ്ഞ് മുകളിൽ കയറി. അവിടെ ഒരു അന്നപൂർണേശ്വരി ക്ഷേത്രമുണ്ടായിരുന്നു. അവിടെ ഇരുന്ന ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ശബ്ദമാണ് അദ്ദേഹം കേട്ടത്. ഇതൊരു അന്നപൂർണേശ്വരി ക്ഷേത്രമായത് കാരണം അവിടെ ഒരു 41 ദിവസം ഭജനം ഇരിക്കാൻ ഈ നമ്പൂതിരി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ കുളിച്ച് തൊഴുത് 41 ദിവസം താമസിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ച് അദ്ദേഹം അവിടെ കഴിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം നമ്പൂതിരിക്ക് സ്വപ്നത്തിൽ ദേവീ ദർശനമുണ്ടായി. അദ്ദേഹം ദേവിയുടെ ഉള്ളിലേക്ക് തൻ്റെ അവസ്ഥ വിവരിച്ചു. തൻ്റെ വിശപ്പ് തന്നെ അടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണിപ്പോൾ ഭാര്യയുടെ വിശപ്പ് കൂടി. ഒരു രക്ഷയുമില്ല. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അയാളുടെ സങ്കടത്തിൽ മനസ്സലിഞ്ഞ ദേവി അയാൾക്കൊരു പെട്ടി കൊടുത്തു. വിശക്കുമ്പോൾ ഈ പെട്ടി തുറന്നാൽ മതിയെന്ന് പറഞ്ഞു. നമ്പൂതിരി രാവിലെ ഉണർന്നപ്പോൾ താൻ സ്വപ്നം കണ്ടത് നേരാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം തൻ്റെ അടുത്ത് ഒരു പെട്ടി ഇരിപ്പുണ്ട്, ഒരു തടിപ്പെട്ടി. അയാൾ ആ പെട്ടിയുമായിട്ട് വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്നപ്പോൾ അന്തർജനം വിശന്ന് വലഞ്ഞിരിപ്പുണ്ട്. വീട്ടിലുണ്ടായിരുന്ന പഴവും തേങ്ങയും ഒക്കെ തിന്ന് അവരാകെ ഗതി കെട്ടുപോയിരുന്നു. ഭർത്താവ് പോയിട്ട് കുറേ ദിവസങ്ങളായില്ലേ. അയാൾ പെട്ടിയുമായിട്ട് വരുന്നത് കണ്ടപ്പോഴേ അവർ വിളിച്ചു ചോദിച്ചു, എന്താ പെട്ടിയില്ല, കഴിക്കാൻ വല്ലതുമാണോ? എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ, പോയി കൈ കഴുകിയിട്ട് വാ എന്ന് നമ്പൂതിരി പറഞ്ഞു. അന്തർജനം ഓടിപ്പോയി കൈ കഴുകി വന്നു. 2 പേരും ഇലയൊക്കെ വെട്ടി സന്തോഷത്തോടെ ചമ്രം പടഞ്ഞിരുന്നു. നമ്പൂതിരി അന്നപൂർണേശ്വരിയെ ധ്യാനിച്ച് പെട്ടി തുറന്നു. പെട്ടിയിൽ കഴിക്കാൻ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ പെട്ടി തുറന്നപ്പോൾ അതിലൊന്നുമില്ല. 2 പേരും ആകെ വിഷമിച്ചു പോയി. പെട്ടിക്കുള്ളിലേക്ക് നോക്കിയപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്നു 2 കുഞ്ഞു മനുഷ്യർ. അവർ ചാടിപ്പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയതും വലുതാവാൻ തുടങ്ങി. അവർ പെട്ടെന്ന് വളർന്നു വലുതായി അവർ ആദ്യം ചോറ് വിളമ്പി. പിന്നെ സാമ്പാറും പപ്പടവും തോരനും അവിയലും ഒക്കെ വിളമ്പി. പാൽപ്പായസവും അടപ്രഥമനും ഉണ്ടായിരുന്നു.
മൃഷ്ടാന്നം ഭക്ഷിച്ച് നമ്പൂതിരിയും വേളിയും കൈ കഴുകാൻ എഴുന്നേറ്റപ്പോൾ വിളമ്പുകാർ പെട്ടിയിലേക്ക് മടങ്ങിപ്പോയി. പെട്ടി താനെ അടഞ്ഞു. നമ്പൂതിരിയും അന്തർജനവും വളരെ സന്തുഷ്ടരായി. പിറ്റേന്ന് മുതൽ ഒന്നും അറിയണ്ട. വിശക്കുമ്പോൾ പെട്ടി തുറക്കുക. പ്രഭാതത്തിലാണെങ്കിൽ ദോശയോ ഇഡലിയോ കിട്ടും. ഉച്ചയ്ക്ക് സദ്യ, വൈകിട്ടും സദ്യ. എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടും. മുടങ്ങാതെ ഭക്ഷണം കിട്ടിയിട്ടും നമ്പൂതിരി ശാന്തിയൊന്നും മുടങ്ങിയില്ല. പക്ഷേ ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയപ്പോൾ അന്തർജനത്തിൻ്റെ ആർത്തി കുറഞ്ഞു. ഭക്ഷണത്തിൻ്റെ അളവ് സാധാരണ മനുഷ്യർ കഴിക്കുന്നത് പോലെയായി. താമസിക്കാതെ നമ്പൂതിരിക്ക് ഒരു കുട്ടിയുണ്ടായി. സുന്ദരനൊരു ആൺകുട്ടി. കുട്ടിയുടെ നൂലുകെട്ട് വളരെ ഗംഭീരമാകാൻ നമ്പൂതിരി തീരുമാനിച്ചു. നാട്ടിലെ എല്ലാവരെയും ക്ഷണിച്ചു. കൂട്ടത്തിൽ നാട് വാഴുന്ന തമ്പുരാനെയും ക്ഷണിച്ചു. അങ്ങനെ നൂലുകെട്ട് ദിവസം വന്നു. നാട്ടിലുള്ള പ്രമാണിമാരും തമ്പുരാനും എല്ലാവരും ഇല്ലത്തേക്ക് വന്നു. അവിടെ പാചകത്തിൻ്റെ വട്ടമൊന്നും ആരും കണ്ടില്ല. എല്ലാവർക്കും ആകെ സംശയമായി. ഈ നമ്പൂതിരി എല്ലാവരെയും ഉണ്ണാൻ വിളിച്ചിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, ദേഹണ്ണക്കാരെ ആരെയും കാണുന്നില്ലല്ലോ. വന്നവർ തിക്കും പക്കുമൊക്കെ നോക്കാൻ തുടങ്ങി. എല്ലാവർക്കും ആകെ സംശയമായി. നമ്പൂതിരി എല്ലാവരെയും പറ്റിക്കുകയാണോ, അപമാനിക്കാനാണോ ഈ നീക്കം? എന്തായാലും നൂലുകെട്ടൊക്കെ കഴിഞ്ഞു. എല്ലാവരും കൈ കഴുകി അകത്തേക്ക് വരാൻ നമ്പൂതിരി പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൈയൊക്കെ കഴുകി അകത്ത് കയറി നിരനിരയായിട്ട് ഉണ്ണാനിരുന്നു. നമ്പൂതിരി ഒരു പെട്ടി എടുത്തുകൊണ്ടൊന്ന് തുറന്നു. എന്നിട്ട് ദേവിയെ ധ്യാനിച്ച ശേഷം പെട്ടി തുറന്നു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് പെട്ടിക്കുള്ളിൽ നിന്ന് ചടപടായെന്ന് കുറേ ചെറു മനുഷ്യർ ഇറങ്ങി വന്നു. അവർ പെട്ടെന്ന് വലുതായി. ഇല നിരത്തി, കറി നിരത്തി, ചോറ് വിളമ്പി, പായസം വിളമ്പി, ആകെ ബഹളം. അവസാനം പാലട പ്രഥമൻ കൂടി വിളമ്പിയ ശേഷം അവർ പെട്ടിക്കുള്ളിലേക്ക് തിരിച്ചു കയറിപ്പോയി. തമ്പുരാനും കൂട്ടരും നോക്കിയിരിക്കുമ്പോൾ തന്നെ പെട്ടി അടയുകയും ചെയ്തു. സദ്യ കഴിഞ്ഞ് പോരാൻ നേരം തമ്പുരാനൻ നമ്പൂതിരിയോട് പറഞ്ഞു, സദ്യ കേമായി കേട്ടോ, എന്ത് രുചിയുള്ള സദ്യയായിരുന്നു. അപ്പോൾ നമ്പൂതിരിക്ക് എന്തിനാ ഇനി ഈ പെട്ടി? ഇത് നമുക്കിങ്ങി തരിക. നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. എനിക്കാവുമ്പോൾ കൊട്ടാരത്തിൽ ഒരുപാട് ആൾക്കാർ ഉണ്ണാനുണ്ട്. നമ്പൂരി ആകെ വെട്ടിലായിപ്പോയി. നാടുവാഴിയെ വിളിച്ച് ഊണും കൊടുത്തു. ഇപ്പോൾ അതാ പെട്ടി പോകുന്നു. പക്ഷെ എങ്ങനെ പിണക്കും? നമ്പൂരി പറഞ്ഞു, തമ്പുരാനെ, ഞങ്ങൾ ഇതുകൊണ്ടാണ് കഴിയുന്നത്. അമ്പലത്തിൽ നിന്ന് ശാന്തി നടത്തി കിട്ടുന്ന തുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ഈ പെട്ടിയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനും എൻ്റെ ഭാര്യയും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്കുണ്ണാനുള്ള വക എല്ലാ ദിവസവും കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയക്കാം. അങ്ങനെ തമ്പുരാൻ തൻ്റെ ജോലിക്കാരെ വിളിച്ച് ഈ പെട്ടിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞു. അന്തർജനവും നമ്പൂരിൽ നിന്ന് കരഞ്ഞു. പക്ഷേ ആര് കാണാനാണ്? ജോലിക്കാരപ്പം തന്നെ പെട്ടിയെടുത്ത് തലയിൽ വെച്ച് കൊട്ടാരത്തിലേക്ക് നീങ്ങി. തമ്പുരാൻ പല്ലക്കിൽ കയറി അതിന് പിന്നാലെയും പോയി. അടുത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കൊട്ടാരത്തിൽ നിന്ന് നമ്പൂതിരിക്കും ഭാര്യയ്ക്കും കഴിക്കാനുള്ള ഭക്ഷണം എത്തി. മാത്രമല്ല അവർക്ക് വേണ്ട വസ്ത്രങ്ങളും എണ്ണയും ഒക്കെ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തു വിടുമായിരുന്നു. ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. പതുക്കെ പതുക്കെ സാധനങ്ങളുടെ വരവ് കുറഞ്ഞു. അവസാനം ഒന്നും വരാതായി. നമ്പൂതിരിക്ക് ആകെ വിഷമമായി. ഇപ്പോൾ 3 പേരുണ്ട് ഭക്ഷണം കഴിക്കാൻ, താനും ഭാര്യയും മകനും. ശാന്തി നടത്തി കിട്ടുന്നതുകൊണ്ട് ഒന്നും തികയുന്നില്ല. നിവേദ്യ ചോറ് തന്നെ കഴിച്ച് 3 പേരെ എങ്ങനെ ജീവിക്കും? അവസാനം ശങ്കരൻ നമ്പൂതിരി വീണ്ടും അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് പോയി. അതികഠിനമായി തപസ് ചെയ്തു. അവസാനം ദേവി പ്രത്യക്ഷപ്പെട്ടു. ശങ്കരൻ നമ്പൂതിരി പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, നീയെ ഒന്നും വിഷമിക്കേണ്ട, തമ്പുരാനെ വീണ്ടും ക്ഷണിക്കുക. ഞാനൊരു പെട്ടി തരാം. അത് തമ്പുരാൻ്റെ മുന്നിൽ നിന്ന് മാത്രം തുറക്കണം. ഒരു കാര്യം നീ പ്രത്യേകം ഓർക്കണം, ഒരിക്കലും തമ്പുരാൻ വരുന്നതിന് മുമ്പ് ഈ പെട്ടി തുറക്കരുത്. അങ്ങനെ ഈ പെട്ടിയുമായിട്ട് ശങ്കരൻ നമ്പൂതിരി വീട്ടിലെത്തി. പെട്ടി കണ്ടതേ അന്തർജനം ഓടി വന്നു, വിശന്നിട്ട് വയ്യ. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, അയ്യോ ഇത് തുറക്കരുത്, ദേവി എന്നോട് പറഞ്ഞിട്ടുണ്ട്, തിരുമനസ് വന്നിട്ട് തുറക്കാവുന്നു. എന്നിട്ട് അദ്ദേഹം ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് പോയി നാടുവാഴിയോട് പറഞ്ഞു, തമ്പുരാനെ, എൻ്റെ മകൻ്റെ പിറന്നാളാണ്, അങ്ങ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണം. തമ്പുരാന് സന്തോഷമായി. വീണ്ടും പെട്ടി കിട്ടി കാണും, അല്ലെങ്കിൽ ഇയാളിങ്ങനെ വരില്ലല്ലോ. ആ പെട്ടിയും കൈക്കലാക്കണമെന്ന് തമ്പുരാൻ വിചാരിച്ചു. പിറ്റേന്ന് തന്നെ കാലയെ കൂട്ടി തമ്പുരാനും പരിവാരങ്ങളും നമ്പൂതിരിയുടെ ഇല്ലത്തെത്തി. നമ്പൂതിരിയോട് വലിയ സ്നേഹത്തിൽ സംസാരിച്ചു, കുട്ടിയെ ലാളിച്ചു. പിറന്നാൾ സമ്മാനമായിട്ട് 101 പൊൻപണവും കൊടുത്തു. ഊണിനുള്ള സമയമായി. എല്ലാവരും ഉണ്ണാനിരുന്നു. ശങ്കരൻ നമ്പൂതിരി പുതിയ പെട്ടി കൊണ്ടുവന്നു, പുറത്തെടുത്തു, ദേവിയെ ധ്യാനിച്ചു, തുറന്നു. പെട്ടിയിൽ നിന്ന് കുറേ കൊച്ചു കൊച്ചു രൂപങ്ങൾ പുറത്തു വന്നു. പെട്ടെന്ന് അവർ വലുതായി. അവരെന്താ വിളമ്പുന്നത് എന്ന് കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുമ്പോൾ അവർ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി കൊണ്ട് തമ്പുരാന് ശിങ്കിടികൾക്ക് നല്ല പൊരിഞ്ഞടി കൊടുക്കാൻ തുടങ്ങി. അയ്യോ, ഇനി ഞങ്ങളെ അടിക്കല്ലേ എന്ന് അവർ വാവിട്ട് നിലവിളിച്ചു. പെട്ടി തിരിച്ചു കൊടുക്കുക, പെട്ടി തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെട്ടിയിൽ നിന്ന് വന്ന ആൾക്കാർ അടിക്കുന്നത്. തമ്പുരാൻ ജീവനും കൊണ്ട് ഓടി. തൊട്ട് പിന്നാലെ അടിക്കുന്ന ആൾക്കാരും വരുന്നുണ്ട്. തിടുക്കത്തിൽ ഭക്ഷണമുറിയിലേക്ക് ഓടി കയറിയ തമ്പുരാൻ അവിടുന്ന് പെട്ടിയെടുത്ത് തിരിച്ചോടി ഇല്ലത്തെത്തി. ശാന്തിക്കാരൻ ശങ്കരൻ നമ്പൂതിരിക്ക് പെട്ടി തിരികെ കൊടുത്തു.
അപ്പോഴേക്കും ഇരുമ്പ് വടിയായിട്ട് വന്നവരെ ചെറുതായി പുതിയ പെട്ടിയിലേക്ക് തിരിച്ചുപോയി. ശാന്തിക്കാരൻ സന്തോഷത്തോടെ ദേവിയെ ധ്യാനിച്ച് പെട്ടിയുമായിട്ട് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ തമ്പുരാനെ പെട്ടിയിൽ നിന്ന് വന്ന മല്ലന്മാർ ഒരു പാഠം പഠിപ്പിച്ചു. പിന്നീടുള്ള കാലം തൻ്റെ പെട്ടിയിൽ നിന്ന് ഭക്ഷണം സമ്പാദിച്ച് നമ്പൂതിരിയും കുടുംബവും സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്തു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.